സ്റ്റഡി സെഷനിൽ മൊബൈൽ അഡിക്ഷൻ ഉള്ള കുട്ടികൾ, അതുപോലെ അറ്റൻഷൻ പ്രോബ്ലം ഉള്ള കുട്ടികൾ, ഫോക്കസ് ഇഷ്യൂ ഉള്ള കുട്ടികളൊക്കെയാണ് വരുന്നത്. അപ്പം അത്തരം കുട്ടികൾ അറിയാലോ, കുറെ നാൾ മൊബൈൽ അഡിക്ഷൻ, മൊബൈൽ യൂസ് ചെയ്ത് ആ ഒരു ന്യൂറൽ കണക്ഷൻ വളരെ കൂടുതലായിരിക്കും. അപ്പൊ ഒരു സ്റ്റഡി എന്നുള്ളത് അവരുടെ മൈൻഡിലേ ഉണ്ടാവില്ല. അപ്പൊ നമ്മളൊരു ഫസ്റ്റ് സെഷൻ കഴിഞ്ഞ് ഗൈഡൻസ് കൊടുത്ത് ചെറിയ ടാസ്കുകൾ കൊടുത്ത് അങ്ങനെ രണ്ടാമത്തെ സെഷനിൽ നമ്മൾ പാരന്റ്സിനോട് ചോദിക്കലുണ്ട്, എങ്ങനെ കുട്ടി ഇപ്പൊ പഠിക്കാനിരിക്കുന്നുണ്ടോ? അപ്പൊ പാരന്റ്സ് പറയും അവൻ ഇരിക്കുന്നുണ്ട്, പക്ഷെ നമ്മളും കൂടെ ഇരിക്കണം എന്നുള്ളത്. ശരിക്കും പറഞ്ഞാല് പാരന്റ്സ് കൂടെ ഇരുന്നാല് അതിന്റെ റിസൾട്ട് ഡബിൾ ആവും. അതായത് പല പഠനങ്ങളും പറയുന്നുണ്ട്, ഇതിനു മുമ്പ് ഒരുപാട് സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. അതായത് കുട്ടിയുടെ ലേണിങ്ങില് പാരന്റ്സ് ഇൻവോൾവ് ചെയ്താല് വളരെ നല്ല പോസിറ്റീവ് ഔട്ട്കംസ് ഉണ്ടാവും എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടീന്റെ കൂടെ നിങ്ങൾ ബാക്കിയുള്ള സമയത്ത്, സ്ലീപ്പിംഗ് കഴിഞ്ഞ് ബാക്കിയുള്ള സമയത്ത് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ 45 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ ആയിരിക്കും കുട്ടിയുടെ പഠന ടൈം, അല്ലെങ്കിൽ 1.5 മണിക്കൂർ. ആ 1.5 മണിക്കൂർ കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾ പഠനത്തിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചാൽ കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള അക്കാദമിക് അച്ചീവ്മെന്റ് ഉണ്ടാവും. ഓക്കെ, താങ്ക് യു.